ലൈവ് ഇട്ടിട്ട് എനിക്ക് കുറേ ബന്ധുക്കളെ കിട്ടിയതാണ് എനിക്ക് പറയുന്നത്. കുറേ ബന്ധുക്കളെ കിട്ടി. നമ്മൾ പറയത്തില്ല നമുക്ക് എന്താ രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ കുറേ ബന്ധങ്ങൾ കിട്ടുമ്പോൾ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയില്ല. അതുപോലെ എനിക്ക് കുറേ ബന്ധുക്കളെ കിട്ടിയിട്ടോ. കുറേ ആളുകളെ നല്ല കുറേ ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയത്തിമാരെ, അനിയന്മാരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്ന് അറിഞ്ഞൂടെ കേട്ടോ. അപ്പം പോയി കണ്ടു നോക്ക് കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പം അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷം നമ്മൾ ഈ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ നല്ലപോലെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. എന്ത് വാച്ചിങ് അവർ കയറണം എന്ന് വിചാരിച്ചു. ലൈവ് സ്റ്റാർട്ടായി നമ്മുടെ വാച്ചിങ് അവറൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളെങ്കിലും ഞാനൊരു മെയ് ഞാൻ ഇപ്പം നോക്കിയിട്ടോ, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പം മെയ് 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്സ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ 29 മറ്റോ ആണ് രണ്ടാമത്തെ. ഇപ്പം നമ്മുടെ യൂട്യൂബിനകത്ത് ഇങ്ങനെ 2 വർഷമായി എൻ്റെ അല്ല 1 വർഷം കഴിയുമ്പോഴത്തേനും അവരിങ്ങനെ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടായിരിക്കത്തില്ലേ, അങ്ങനെ ഏപ്രിൽ 29 മറ്റോ ആണ് കേട്ടോ എനിക്കൊരു കൺഗ്രാറ്റ്സ് വന്നത്. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് 2 വർഷമായി എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിനകത്തൊന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കിയിരിക്കുന്നത് ഷോർട്സ് അപ്ലോഡ് ആക്കിയേക്കുന്നത് മെയ് 5-നാണ് കേട്ടോ. 2024 മെയ് 5-നായിരുന്നു ഫസ്റ്റ് ഷോർട്സ് അപ്ലോഡ് ആക്കിയത്. അതും കുഞ്ഞിൻ്റെ ഒരു ഷോർട്സ് ആണ് കേട്ടോ. പിന്നെ ലോങ് വീഡിയോയിലോട്ട് കടന്നത് മെയ് 9-നാണ് കേട്ടോ. മെയ് 9, 2024. നമ്മളെല്ലാവരും ഇത് സാധാരണപ്പെട്ട എല്ലാവരും നമ്മൾ നോർമലായിട്ടുള്ളവരെല്ലാവരും ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് ആകെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും കുറച്ച് വരുമാനം, നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു 10 വയസ്സെങ്കിലും വീട്ടിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചില്ലല്ലേ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് ഒരു 2-3-4 വർഷം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാനൽ ജസ്റ്റ് പേര് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ച സമയത്താണ് മോളെ ക്യാരിങ് ആകുന്നത്. പിന്നെ അതിൻ്റെ പുറകിലൊന്നും പോയില്ല. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായ സമയത്താണ് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട്, എന്തോ കോവിഡിൻ്റെ സമയത്തൊക്കെ കേറിയർക്കെല്ലാം ക്ലിക്കായിരുന്നു. പക്ഷെ നമ്മളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ശരിയാവും ഇപ്പം ഇങ്ങനെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ടില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞ കിടക്കുന്ന സമയമായിരുന്നു, വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പം വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയമല്ല കേട്ടോ, ഏപ്രിൽ അതെ റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. മോൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. പിന്നെ എനിക്കൊന്നും ഏട്ടൻ നാട്ടിലില്ലാത്ത സമയമാണ് കേട്ടോ. ഏട്ടനൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ബാംഗ്ലൂർ പോയ സമയമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ബാംഗ്ലൂർ പോയ സമയത്ത് ഏട്ടൻ അവിടെ നിന്ന് എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ, ഞാൻ ഫസ്റ്റ് ഷോർട്സ് ഏട്ടനോട് ചോദിക്കാതാണ് ഷോർട്സ് എടുത്തിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്തുതരാം, ബാംഗ്ലൂരിലെ വീഡിയോസൊക്കെ എടുത്തുതരാം. അപ്പോൾ അത് ചിലപ്പം ക്ലിക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ബാംഗ്ലൂരിലെ വീഡിയോസ് എടുത്തിട്ട് ഏട്ടൻ അവിടെ നിന്ന് ഇടാൻ തുടങ്ങി. ഞാനാണെങ്കിൽ എനിക്ക് അയച്ചു തരുന്ന ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാനും തുടങ്ങി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലോങ് വീഡിയോ ഇടുന്നത് ഞാൻ പോവാത്തൊരു സ്ഥലത്തിന് ഒരു യാത്രാ വിവരണമായിരുന്നു ഞാൻ ആ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇട്ടത്, എൻ്റെ ലോങ് വീഡിയോയ്ക്കകത്ത് കേട്ടോ. ബാംഗ്ലൂരിനെ കുറിച്ച് ഞാൻ പോയതൊന്നുമല്ല, ഏട്ടൻ പോയതിനെ കുറിച്ച് ഞാൻ ഏട്ടൻ എടുത്ത് തന്ന ക്ലിപ്പും ഏട്ടൻ പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേനും പിന്നെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലൊക്കെ ഇടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏട്ടന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് പിന്നെ കുറേ ലോങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. സ്ഥിരമായിട്ട് ലോങ് വീഡിയോസ് അല്ലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന് പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. കുറേ ലോങ് വീഡിയോസൊക്കെ അല്ലാതെ എടുക്കുമായിരുന്നു. അടുക്കള വിശേഷങ്ങളാണ് ഞാൻ കൂടുതൽ എടുക്കാറല്ലാതെ പുറത്തെങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിടുമായിരുന്നു. പിന്നെ ആദ്യത്തെയൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു സംസാരിക്കാൻ. എൻ്റെ ഒരു നാച്ചുറൽ സ്പീച്ച് വരുന്നില്ല, എനിക്ക് നാച്ചുറലായിട്ട് സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നവരെല്ലാം വന്ന് പറയുമായിരുന്നു കേട്ടോ. വീഡിയോസിനകത്ത് നാച്ചുറലായിട്ട് നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെ സംസാരിച്ചാൽ മതി എന്നൊക്കെ എല്ലാവരും വന്ന് കമൻറ്റ് പറയുമായിരുന്നു. കമൻറ്റ് മീൻസ് അറിയുന്നവരെ, എന്നെ അറിയാത്തവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ എങ്ങനെ സംസാരിക്കാമെന്ന്. അറിയുന്നവരൊക്കെ പറയും കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി കൂടുതലുണ്ട് സംസാരത്തിൽ, അപ്പം നോർമലായിട്ട് സംസാരിക്കുമെന്ന് പറയും. അതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ നോർമലാകാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ട് കുറേ നാൾ വന്നപ്പോഴത്തേനും സ്റ്റോപ്പാക്കി. വീഡിയോസിൽ ഞാനങ്ങ് നിർത്തിയിട്ടോ. കാരണം വാച്ചിങ് അവർ പതുക്കെ കയറുന്നുണ്ട്.
പതുക്കെ 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 1 2 3 4 5 അങ്ങനെയൊക്കെ കയറുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ആ വീഡിയോസ് ഇട്ടെല്ലാം അവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ആക്കി കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കടമ്പ ഇങ്ങനെ വന്ന് ചില പല പ്രശ്നങ്ങൾ മീൻസ് കുറച്ച് അങ്ങനെ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾ പെട്ടെന്ന് ഏട്ടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, ജോലി ഇങ്ങോട്ട് നോക്കി. അങ്ങനെ ഇവിടെ ജോലി ശരിയായി. ഇവിടത്തോട്ട് വന്നു. അപ്പോൾ ഇവിടത്തോട്ട് വരുമ്പോൾ എനിക്ക് വീട്ടിലെന്തായാലും നടക്കൂല, വീഡിയോ എടുപ്പും ഷോർട്സ് എടുപ്പും ഒന്നും വീട്ടിൽ നടക്കൂല എന്നൊരു ഇതുണ്ട്. എന്നിട്ടും ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഏട്ടൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം. എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ ഏട്ടൻ വൈഫൈ വെച്ച് തന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. മെയിൻ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമില്ല. ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഞങ്ങളുടെ ആ റൂമിൽ കയറി അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും കേൾക്കുക അങ്ങനെ ഇല്ലല്ലോ, ആരും ശ്രദ്ധിക്കലേ ഇല്ല. അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുക ശ്രദ്ധിക്കലേ ഇല്ല. അപ്പം എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയല്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് കതവ് അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്താ അവിടെ സൗണ്ട് കേൾക്കുമ്പോൾ അകത്തോ ഇങ്ങനെ ഞാൻ തന്നെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇതെന്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് എന്ത് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ വന്ന് തട്ടിയൊക്കെ ചെയ്യട്ടോ. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇതുപോലെ ഞാൻ യൂട്യൂബിനകത്ത് സൗണ്ട് കൊടുക്കുന്നതാണെന്ന് മനസ്സിലായി. പിന്നെ അവിടെ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ഡബ് സ്മാഷ് ഒക്കെ ചെയ്തു തുടങ്ങിയത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു വർഷമായിട്ടാണ് കേട്ടോ. അപ്പം ഡബ് സ്മാഷ് ഒക്കെ ചെയ്തു തുടങ്ങി. ഞങ്ങൾ ഡിസംബറിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ഡിസംബർ വരെ വയനാട്ടിലായിരുന്നു. ഡിസംബറിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, എൻ്റെ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡബ് സ്മാഷ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡബ് സ്മാഷ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം ഷോർട്സിനകത്ത് വ്യൂസ് കുറച്ച് കൂടി തുടങ്ങി കേട്ടോ. പക്ഷെ ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ ഷോർട്സ് അങ്ങോട്ട് കുറച്ച് കയറും. ഒരു 50K 60K ഒക്കെ ആവും. പക്ഷെ അതിൽ കൂടുതൽ ഒരു ഷോർട്സ് തന്നെ കയറുന്നില്ല. അപ്പം ഞാൻ കുറേ ശ്രമിച്ച് പിന്നെ ഞങ്ങൾ ഏട്ടൻ ഇങ്ങോട്ട് ആറന്മുളയ്ക്ക് മാറിയപ്പം ഞങ്ങളിവിടെ വാടകയ്ക്ക് വന്നു, ഈ വീട്ടിൽ വന്നപ്പം വീണ്ടും ഇതുപോലെ തന്നെ ഏട്ടൻ പറഞ്ഞു ഇപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മീൻസ് ഞാനൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലായിരുന്നു വീട്ടിൽ വെച്ചിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയില്ലായിരുന്നു തോന്നുന്നു. ആയോ? ഡബ് സ്മാഷ് ഇടുമ്പം നല്ല സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ ഇടുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഷോർട്സ് ഇടുമ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ഞാൻ ലൈവ് ഇടാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എങ്കിൽ പിന്നെ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു വിചാരത്തിൽ വന്ന 1000 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അപ്പം നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ഇപ്പോഴും ലൈവ് വരുന്നവരോടെല്ലാം പറയും എന്നെപ്പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നോക്കിയിരിക്കല്ലേ. നിങ്ങൾ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 50 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. അപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തോളൂ. അല്ലാതെ എന്നെപ്പോലെ ഇങ്ങനെ നോക്കിയിരുന്ന് വാച്ചിങ് അവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം എടുക്കത്തില്ലായിരുന്നു. ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇങ്ങനെ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വർഷത്തിൽ തന്നെ ഞാൻ തുടങ്ങിയ ഒരു 6 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയേനെ. പക്ഷെ ഞാൻ 1K ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് പിന്നെ എനിക്ക് ഇതുപോലെ ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ ലൈവ് വരുമ്പോൾ ഒറ്റ മനുഷ്യരെ വരത്തില്ല കേട്ടോ. എന്നെ ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു അനു ആണ് കേട്ടോ. അനു സപ്പോർട്ട് ചെയ്തു, ഗോപിക സപ്പോർട്ട് ചെയ്തു, പിന്നെ ഒരു യാത്രയുടെ കൂട്ടുകാർ. ഇവർ 3 പേരുമായിരുന്നു കേട്ടോ എനിക്ക് ആദ്യമേ സപ്പോർട്ട് ചെയ്തവർ. അവരെയൊന്നും മറക്കാൻ പറ്റില്ല. കാരണം അവരാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നത്. വീണ്ടും ചെയ്യ് മടിക്കല്ലേ എന്തിനാ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് എന്നവർ 3 പേരോടാണ് കേട്ടോ. കുറേ നാൾ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്നപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മാറിയതാണോ എന്താ പറ്റിയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ വരാതായി. ഗോപിയൊക്കെ ആദ്യമേ ആ ഒരു കുറച്ച് 2-3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. പിന്നെ അനുവൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. യാത്രയുടെ കൂട്ടുകാരും കുറേ കാലം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ ഒപ്പം. പക്ഷേ പിന്നെ ആണെങ്കിൽ ആളെയും കാണാതായി. എന്തായാലും അങ്ങനെ ലൈവിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ വാച്ചിങ് അവർ ഇങ്ങനെ പതുക്കെ 700 വാച്ചിങ് അവർ ആയിരുന്നു ഞാൻ വീഡിയോസിനകത്ത് ഉറപ്പിച്ചത്. പിന്നെ ഒരു വർഷം കഴിയുമ്പം ഈ വാച്ചിങ് അവർ കുറയുമല്ലോ, കുറഞ്ഞ് 500 വാച്ചിങ് അവർ വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 700-ൽ നിന്ന് 500 കുറഞ്ഞിട്ടാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്.
അപ്പം പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് വരാൻ ലൈവ് എടുക്കാൻ പറ്റാതെ ഈ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലോങ് വീഡിയോസിനകത്തുള്ള ഫോക്കസ് ഒക്കെ നിന്നു, ലൈവ് മാത്രമായി. ലൈവിനകത്ത് കുറച്ച് ആൾക്കാരിലേ കയറുന്നുള്ളൂ. ഫസ്റ്റൊക്കെ വന്നപ്പോഴത്തേന് കുറച്ച് ആൾക്കാർ കയറി പതുക്കെ കുറേ എൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് വയ്യാതാവും, അങ്ങനെ ലൈവൊക്കെ നിർത്തും. അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ലൈവ് നിർത്തും. വീട്ടിൽ പോകുമ്പോഴൊന്നും ലൈവ് എടുക്കലും നടക്കൂല, നെറ്റിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഫീൽഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതിനിടയിൽ ഞാൻ പറയണമല്ലോ നമ്മുടെ വീട്ടുകാർക്ക്. എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ആകെ ഒരാൾ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ അനിയനൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഈ ഫീൽഡിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയാം. പിന്നെ സോഷ്യൽ മീഡിയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു എന്താ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏട്ടനാണ് സപ്പോർട്ട് ചെയ്ത്. എൻ്റെ ചേച്ചിയും ചേട്ടനും പോലും അവർ പോലും അങ്ങനെ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. അവർ പോലും ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ബലത്തിലാണ് അവരും ഇങ്ങനെ അനങ്ങാതിരുന്നത്. ചേട്ടനാണെങ്കിൽ കട്ട എതിർപ്പുള്ള ആളാണ് കേട്ടോ. ഈ സോഷ്യൽ മീഡിയ വരുന്നതും ഫേസ്ബുക്കിലല്ല ഈ യൂട്യൂബിനകത്തൊക്കെ വീഡിയോ ഇടുന്നതും ഒക്കെ കട്ട എതിർപ്പുള്ള ആളായിരുന്നു. പക്ഷേ ഏട്ടൻ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചേട്ടനും ചേച്ചിക്കൊന്നും കുഴപ്പമില്ലാതെ പോയത്. അതുകൊണ്ട് അങ്ങനെ പോയി. അപ്പം പിന്നെ അങ്ങനെ ലൈവ് ഇട്ട് എനിക്ക് കുറേ ബന്ധുക്കളെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയട്ടോ. കുറേ ബന്ധുക്കളെ കിട്ടി. നമ്മൾ പറയത്തില്ലേ, നമുക്ക് എന്താ രക്തബന്ധത്തിനേക്കാളും കൂടുതൽ കുറേ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയൂല. അതുപോലെ എനിക്ക് കുറേ ബന്ധുക്കളെ കിട്ടിയിട്ടോ. കുറേ ആളുകളെ, നല്ല കുറേ ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ അനിയന്മാരോടൊക്കെ സംസാരിക്കാൻ. ഞാൻ അങ്ങനെയാണ് സംസാരിക്കുക കേട്ടോ. അവരൊക്കെ എന്താ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുന്നവരോടൊക്കെ ഞാനിങ്ങനെ ചില സൗമ്യമായിട്ട് സംസാരിച്ചിട്ടൊക്കെ നല്ല ഒരു കോൺവെർസേഷനിലൂടെ തന്നെ അവരെ അനിയന്മാരായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു അനിയന്മാരൊക്കെ ആകുമ്പോൾ എനിക്കൊരു ആ ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു ഫീലിലാണ് ഞാൻ സംസാരിക്കുക. പിന്നെ ഇങ്ങനെ പതുക്കെ പിന്നെ പിള്ളേരും കുറേ സഹകരിച്ചു കേട്ടോ. ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് പിള്ളേരെ നോക്കുമ്പോഴാണ് ഞാൻ ലൈവൊക്കെ കയറുക. അതുപോലെ പകല് മോള് അല്ലെങ്കിൽ മോൻ ഉറങ്ങുമ്പോഴാണ് ലൈവ് കയറുക. അവരെ അംഗനവാടി വിട്ടിട്ട് വന്നിട്ട് ലൈവ് കയറാറുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ വീഡിയോസ് എൻ്റെ കൂടെ എടുത്തു തുടങ്ങി, ഷോർട്സൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഇപ്പം അപ്പുറത്തിരിക്കുന്ന കാണുന്നത് പോലെ അല്ലത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ തീരാത്ത ജോലി ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഉറക്കം ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ ഫോണിനകത്തോടെ 24 മണിക്കൂർ നോക്കിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഈ യൂട്യൂബായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ പുറകിൽ. പക്ഷെ ഇതാരും കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഈ 1 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 2-3 മിനിറ്റിൻ്റെ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നതെന്ന് ഈ കാണുന്നവർക്ക്, ഈ പുച്ഛിക്കുന്നവർക്കൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ലൈവൊക്കെ എടുക്കുമ്പോൾ കുറേ പേര് വന്നാൽ ചോദിക്കാറുണ്ട് കേട്ടോ. ആരെങ്കിലും, കുറേ പേരില്ല, വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് വന്ന് ചോദിക്കാറുണ്ട്, വേറെ പണിയൊന്നും ഇല്ലേ, ഇതെന്താ ഇതുകൊണ്ടിരിക്കുന്നത്, വേറെ പണിയൊന്നും ഇല്ലേന്ന്. ഇതൊക്കെ പണിയില്ലാണ്ടാണ്. നമ്മുടെ പണിയെല്ലാം തീർത്തിട്ട് വന്ന് നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ് ഈ ലൈവ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, ഷോർട്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും കുറേയധികം ബുദ്ധിമുട്ടിന് ശേഷമാണെങ്കിലും നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടുക, ഷോർട്സ് ഇടുക. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് എന്തൊക്കെയോ ചാനലിനകത്ത് ഷോർട്സ് ഇടുന്നതിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടെല്ലാം ശരിയാക്കണം. പിന്നെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷന് 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചിങ് അവർ ആണ് വേണ്ടത് കേട്ടോ. ലോങ് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ 4000 വാച്ചിങ് അവർ വേണം. ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് എടുക്കുന്നവരാണെങ്കിൽ 4000 വാച്ചിങ് അവർ ആണ് വേണ്ടത്. പിന്നെ ഷോർട്സ് എടുക്കുന്നവരാണെങ്കിൽ 10 മില്യൺ വ്യൂസ് ആണ് വേണ്ടത് കേട്ടോ. അത് 90 ഡേയ്സ് കൊണ്ട് 10 മില്യൺ വ്യൂസ്. മറ്റേ 4000 വാച്ചിങ് അവർ 1 വർഷം കൊണ്ടാണ് വേണ്ടത്. അപ്പം ഞാൻ 10 മില്യൺ വ്യൂസ് ആകാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു ഗൈസ്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഒരു ദിവസമൊക്കെ 10-12 ഷോർട്സൊക്കെ ഞാൻ ഡബ് സ്മാഷ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒറ്റ ക്ലിക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം, ക്ലിക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് 3 മില്യൺ അടിച്ച് ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് 3 മില്യൺ പോലും ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചിങ് അവറും ആണെങ്കിലാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആവുക. ഹാഫ് മോണിറ്റൈസേഷൻ
മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈവിനകത്ത് സൂപ്പർ ചാറ്റും സൂപ്പർ ഗിഫ്റ്റും മെമ്പർഷിപ്പും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം എനേബിൾ ആവും. പിന്നെ ഹാഫ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചിങ് അവറാണ് വേണ്ടത്. പക്ഷേ ഷോർട്സിൻ്റെ കാര്യം വരുമ്പോഴാണ് 3 മില്യൺ വ്യൂസാണ് ഹാഫ് മോണിറ്റൈസേഷൻ വേണ്ടത്. അത് 90 ഡേയ്സ് കൊണ്ട്. പിന്നെ അത് ഫുള്ളി മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി 10 മില്യൺ വ്യൂസ് ആണ് വേണ്ടത്. പക്ഷെ ചിലവർക്കൊക്കെ ഈസി ആയിട്ട് ആവുന്നുണ്ട്. ചിലവരുടെ വീഡിയോസൊക്കെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഷോർട്സ് അങ്ങോട്ട് എൻ്റെ ഓൺ കണ്ടന്റ് എടുത്തിട്ടാൽ പോലെ എനിക്ക് വ്യൂസ് കയറാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടുപ്പായിട്ടോ. ഇപ്പം ഈ അത്യാവശ്യം ഒരു 1K 2K ഒക്കെ വ്യൂസ് കയറിക്കൊണ്ടിരുന്ന എൻ്റെ ഷോർട്സിനകത്ത് ഇപ്പം വരുന്നത് 50 വ്യൂസ് 20 വ്യൂസ് 10 വ്യൂസ് ഒക്കെ. അതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും അതൊക്കെ നമുക്ക് സ്ഥിരം നമ്മൾ അതിനൊന്നും തളരില്ല രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ നമ്മൾ എന്നും ഇട്ടുകൊണ്ടിരിക്കും. യൂട്യൂബ് നമ്മൾ എന്തെങ്കിലും കേൾക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെ പോകുന്നത്. അപ്പം എന്തായാലും എനിക്ക് മോണിറ്റൈസേഷൻ ആയത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിപ്പം കുറേ ആഗ്രഹിച്ചൊരു കാര്യം കുറേ കാലത്തിന് ശേഷം നമുക്കിങ്ങനെ മുന്നിൽ വരാമെന്ന് പറഞ്ഞാൽ സന്തോഷമില്ലേ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇനിയിപ്പം പൈസ ഉണ്ടാക്കാമെന്നൊന്നും ആരും വിചാരിക്കുക വേണ്ട. പതുക്കെ ഇച്ചിരി ഡോളർ വീതമായിരിക്കും കയറുക കേട്ടോ. അപ്പം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെയും യൂട്യൂബ് ചാനൽ കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പതുക്കെ കയറ്റാനാണെങ്കിൽ ആ ഒരു ക്ഷമ നമുക്ക് എന്തായാലും വേണം. സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം, ലൈവ് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കണം, ആ ഒരു ടൈമിങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കും. എല്ലാവർക്കും കണ്ടിട്ടില്ല, എന്ത് വീഡിയോസ് ഇട്ടാലും അവരെ ലക്കിന് പെട്ടെന്ന് യൂട്യൂബ് അങ്ങ് എടുത്തിട്ട് ആഘോഷിക്കും. കുറേ പെട്ടെന്ന് വൈറലാവും. പിന്നെ നമുക്ക് അങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇട്ടാലും എന്നെ പോലുള്ളവരൊക്കെ എന്തൊക്കെ ഇട്ടാലും കയറ്റി വിടുന്നില്ല. എവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എൻ്റെ യൂട്യൂബ് അന്ന് കയറ്റി വിട്ടേക്ക് എന്നൊക്കെ. അപ്പോൾ എന്തായാലും മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നെ പോലുള്ളവരൊക്കെ വേണമെങ്കിൽ കുറച്ച് കുഞ്ഞ് നമ്മുടെ വീട്ടുവിശേഷങ്ങൾ നമ്മുടെ ലൈവിനകത്തൊന്നും അങ്ങനെ മോശം കമൻറ്റ് വരാറില്ല എന്നൊന്നുമില്ല. വരാറുണ്ട്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരുപാട് വരാറില്ല കേട്ടോ. ഒരുപാട് വരാറില്ല, കുറച്ച് ചെറുതായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും ചീത്ത വിളിക്കാനും അങ്ങനൊന്നും പോവാറില്ല കേട്ടോ. നമ്മുടെ സൗമ്യമായിട്ടുള്ള ലൈവൊക്കെയാണ്. പിന്നെ ഈ ലൈവ് എന്നൊക്കെ കയറുമ്പോൾ ചിലവർക്കുണ്ടല്ലോ, ലൈവോ അയ്യോ അപ്പം എൻ്റെ ലൈവ് എടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്തെ മണ്ടത്തരാണ്. ഞാനൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഒരു ഷോർട്സിനകത്ത് പറയുന്നുണ്ട്. അവർ സാധാരണ വീട്ടിലെ ജോലിക്കാര്യങ്ങളൊക്കെയാണ് ഇടുക. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും അവരുടെ കടയിൽ ചെയ്യുന്നതൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസ്. എന്നിട്ട് അവരതിനകത്ത് പറയുന്നുണ്ട്, ലൈവ് എടുക്കുന്ന ആരോ കമൻറ്റ് ഇട്ടവൻ പറയുന്നുണ്ട്, ലൈവോ ഞാൻ എടുക്കത്തില്ല ലൈവ് എന്തായാലും എന്നൊക്കെ. ലൈവ് എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല കേട്ടോ. ലൈവൊക്കെ എടുത്തിട്ട് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കുക ഗൈസ്. വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കുക. ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും ഇഷ്ടമുള്ളവർ ഈ യൂട്യൂബ് മേഖലയിലോട്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ഇഷ്ടമുള്ളവരൊക്കെ ധൈര്യമായിട്ട് ഇട്ട് തുടങ്ങിക്കോളൂ. നല്ലപോലെ സക്സസ് ആവും കേട്ടോ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താണ്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ജേണി. അതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, യൂട്യൂബ് ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് അതെന്തെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കട്ടെ ധൈര്യമായിട്ട്. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതൊന്നും മറക്കരുത്. അതിനോട് ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈപ്പ് അമർത്താനും മറന്നു പോകരുത് കേട്ടോ. ടാറ്റാ.